നമ്മൾ പലരും പലപ്പോഴും ഒറ്റപ്പെടലിന്റെ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതേ ഒറ്റപ്പെടലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, ഹൃദയം നുറുങ്ങിയ അവസ്ഥ, ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് വഹിക്കണമല്ലോ എന്ന ഒരു ചിന്താധാരയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. അതേ ഹൃദയം നുറുങ്ങിയ ഈ അവസ്ഥയിൽ യഹോവയായ ദൈവം ഒരു മനുഷ്യനെ ബലപ്പെടുത്തിയതായിട്ട് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മറ്റാരുമല്ല, യോശുവയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തില് ദൈവം 3 പ്രാവശ്യം ഈ യോശുവയെ ബലപ്പെടുത്തുകയാണ്. 3 പ്രാവശ്യം പറയുകയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം, നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം, നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. അതേ നീ പോകുന്നിടത്തൊക്കെയും എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉണ്ടായിരിക്കണമെന്ന് യഹോവ ഈ യോശുവയെ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. ദൈവം ഇങ്ങനെ യോശുവയെ ബലപ്പെടുത്തിയപ്പോൾ മോശയെക്കാൾ ഉപരി ഒരു നല്ല നേതാവായി മാറുവാനായിട്ട് യോശുവയ്ക്ക് സാധിച്ചു എന്നാണ് വേദപുസ്തകം യോശുവയെ കുറിച്ച് സാക്ഷീകരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലും എന്റെ ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്നൊരു ഉറപ്പ്, ഒരു ധൈര്യം നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. ആ ഉറപ്പ് നമ്മോടൊപ്പം ഉണ്ട് എങ്കിൽ വൻ കാര്യങ്ങളെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒറ്റപ്പെടലിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിനക്കതിന് സാധിക്കുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെ, നിനക്കതിന് സാധിക്കും എന്ന് കാണിക്കുന്നതിന് ദൈവം നൽകുന്ന അവസരമാണ്. ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ ദൈവത്തോട് നമുക്ക് ചേർന്ന്